ഫസ്റ്റ് ടൈമിൽ ഞാൻ എഴുതിയ സമയത്ത് എത്ര 30 മാർക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. 300 ഔട്ട് ഓഫ് 300 അത്ര ഉണ്ടായിരുന്നു. അഡ്വാൻസ്ഡ് എക്സാമിലോ? പക്ഷേ അഡ്വാൻസ് അന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏപ്രിൽ സെഷനിൽ എത്ര എത്തിയിരുന്നു? ഏപ്രിൽ സെഷനിൽ 98.35 എത്തി. ആദ്യ സെഷൻ 1 എത്ര 97 സംതിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് 99.85 ആയി. ലൈക്ക് ഏപ്രിൽ സെഷൻ ആയപ്പോഴേക്ക് ഓൾ ഇന്ത്യ റാങ്ക് അപ്രോക്സിമേറ്റ്ലി 2540 എത്തിയിട്ടുണ്ട്. ആകെ ഒക്ടോബറിലാണ് കാര്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങുന്നത്. 98.3 വരെ എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് IIT ഡൽഹി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഫാസിലാണ്. ഫാസിൽ 10th എക്സാൻവൈൻ്റെ ഫൗണ്ടേഷനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇപ്പം IIT ഡൽഹിയിലേക്ക് അഡ്മിഷൻ നേടി ഒരു സെമസ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഫാസിലിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫാസിലിൻ്റെ ഒരു ജേണി എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് പഠിച്ചത്, എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. റൈറ്റ്. ഇപ്പോൾ +2ൻ്റെ കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഫൈനലി IITയിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കുന്നത്. അപ്പം ഫാസിലിൻ്റെ ഒരു ജേണി തന്നെ സ്റ്റാർട്ട് ചെയ്യും. 10th മുതൽ തന്നെ എങ്ങനെയാണ് ഉണ്ടായത്? കോമ്പറ്റേറ്റീവ് എക്സാംസിനെ കുറിച്ച് അറിഞ്ഞതും +1 +2 എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് പറയാം. 10th നിന്നാണ് ഞാൻ എക്സാമിനിൽ ഫസ്റ്റ് ജോയിൻ ചെയ്തത്. അന്ന് NTSC ബാച്ചിനായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് എനിക്ക് NTSC 1 മാർക്കിന് മിസ്സായി പോയി. സോ അത് കഴിഞ്ഞ് പിന്നെ +1 +2 ഞാൻ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ചേർന്നു. പക്ഷേ ഒരു ലാസ്റ്റ് +2 ഒക്കെ അവസാനമൊക്കെ ആയപ്പോഴാണ് ജെയ്ക്ക് വേണ്ടി ജെയിനെ കുറിച്ച് അറിയുന്നതും അല്ലെങ്കിൽ ജെയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ തോന്നുന്നൊക്കെ. ഏത് ബാച്ചിലായിരുന്നു? അപ്പൊ അവിടുത്തെ പ്രോപ്പർ JEE ബാച്ചിലായിരുന്നില്ലേ? അല്ല, അവിടെ ഫുള്ള് കമ്പൈൻഡ് ആയിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ബാച്ചിലൊന്നും ആയിരുന്നില്ല. പക്ഷെ അന്ന് ജെയ്ക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് ഓൺലി ബോർഡ് എക്സാം മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് തന്നെ ബോർഡ് എക്സാമിന് എന്താ പറയുക, ലാസ്റ്റത്തെ ഒരു 1 month ഒക്കെ നോക്കി അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു അതുവരെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ വർഷമായിരുന്നു ആദ്യമായിട്ട് ജനുവരിയിലോട്ട് JEE മാറ്റിയിട്ടുണ്ടായിരുന്നു. JEE മീൻസ് നടന്നു. അതുവരെ ഏപ്രിൽ മെയ് സിംഗിൾ എക്സാം ആയിരുന്നു. 2 അറ്റംപ്റ്റ് ആക്കി മാറ്റി. അതെ, യെസ്. അപ്പോൾ ആ ടൈമിൽ ലൈക്ക് ജനുവരിയിൽ പെട്ടെന്ന് JEE നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അത് ഏകദേശം ഒക്ടോബർ നവംബറൊക്കെ ആ ടൈമിലൊക്കെ ആയപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ പിന്നെ ആ സമയത്ത് എന്നാൽ JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ വെറുതെ ഒരു കാഷ്വൽ ആയിട്ടുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് ഏകദേശം ഞാൻ മോക്ക് ടെസ്റ്റ് എഴുതി തുടങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ ഞാനിങ്ങനെ കറക്റ്റ് ട്രാക്ക് ചെയ്യാറുണ്ട്. ലൈക്ക് എത്ര മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴും ഇപ്പോൾ ഔട്ട് ഓഫ് 300 എത്ര കിട്ടുന്നുണ്ട്, അതിങ്ങനെ എഴുതി വെച്ച് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഞാൻ എഴുതിയ സമയത്ത് എത്ര 30 മാർക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈക്ക് ഒന്നും അറിയില്ല, പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ല. ജെയുടെ ഒരു പേപ്പർ എടുത്തു, ജസ്റ്റ് സോൾവ് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ 30 മാർക്കായിരുന്നു ഉണ്ടായിരുന്നു. 300 ഔട്ട് ഓഫ് 300 അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് 40 മാർക്കായി. ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ 40 മാർക്കായി. അങ്ങനെ പിന്നെ അതിൻ്റെ ഒരു ഇത് മനസ്സിലായി, ലൈക്ക് അവരെന്താണ് ചോദിക്കുന്നത്, എന്താണ് പഠിക്കേണ്ടതെന്നൊക്കെ മനസ്സിലായി. പിന്നെ ഒരു വിത്തിൻ 3 monthsനുള്ളിലാണ് പിന്നെ ഇങ്ങനെ അതിനുവേണ്ടി പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ റിഗറസ്ലി നല്ല പ്രിപ്പറേഷൻ ആയിരുന്നു. അങ്ങനെ സെഷൻ 1 എഴുതുന്നു അല്ലേ? സെഷൻ 1 എഴുതുന്നു. ആദ്യം സെഷൻ 1 എത്ര 97 സംതിങ് ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ നമുക്കൊരിത് കിട്ടി, ലൈക്ക് 97 ഒക്കെ കിട്ടിയ സമയത്ത് JEEക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ പിന്നെ ഏപ്രിൽ സെഷൻ ഒന്നും കൂടെ നല്ല രീതിയിൽ നോക്കി. അത് കഴിഞ്ഞ് പിന്നെ അഡ്വാൻസ് എഴുതി. പക്ഷേ അഡ്വാൻസിൽ അന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏപ്രിൽ സെഷനിൽ എത്ര എത്തിയിരുന്നു? ഏപ്രിൽ സെഷനിൽ 98.35 എത്തിയിരുന്നു. അപ്പം ആദ്യ ചാൻസിൽ തന്നെ ആകെ ഒക്ടോബറിലാണ് കാര്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങുന്നത്. 98.3 വരെ എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശരിക്കും മെയിൻലി ഡിപ്പെൻഡ് ചെയ്തത് എന്തിനാണ്? PYQസിനെയാണോ അതോ? PYQs തന്നെയായിരുന്നു. കാരണം ഒരു പേപ്പർ നോക്കുക, അവരെന്താണ് ചോദിക്കുന്നത് എന്നുള്ളത് പ്രിസൈസ് ആയിട്ട് പഠിക്കുക. ലൈക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊന്നും പോകാണ്ട് ലൈക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് കിട്ടും. ലൈക്ക് വിത്തിൻ 2 months 3 monthsനുള്ളിൽ തന്നെ കിട്ടും. നന്നായിട്ട് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അത് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ലോജിക് ഉണ്ട്. അവർ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിന് എനിക്ക് തോന്നുന്നത് PYQ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ടൂള് അല്ലേ? അപ്പോൾ അങ്ങനെ ആദ്യത്തെ അവസരത്തിൽ അഡ്വാൻസ്ഡ് എക്സാം എഴുതി, പക്ഷേ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഫസ്റ്റിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. NITയിൽ അഡ്മിഷൻ കിട്ടില്ലായിരുന്നു 98.3 വെച്ചിട്ട്. അന്ന് NIT കാലിക്കറ്റിൽ ECക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് പിന്നെ ഞാൻ അജ്മൽ സാറോട് ചോദിച്ചു, ലൈക്ക് എന്ത് ചെയ്യണം ഒരു വർഷം കൂടെ. കാരണം അജ്മൽ സാറും ഇതുപോലെ തന്നെ എന്താ പറയുക NITയിൽ കിട്ടിയിട്ട് പിന്നെ IITക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു, മെസ്സേജ് അയച്ചപ്പോൾ ജസ്റ്റ് ചോദിച്ചു NITയിൽ പോകണോ അതോ IITക്ക് വേണ്ടി ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ IITക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ IITക്ക് വേണ്ടി ഇപ്പോൾ ഒരു വർഷം കൂടെ സ്പെൻഡ് ചെയ്തു. ആൻഡ് ഇപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു. റിപ്പീറ്റ് ചെയ്ത സമയത്ത് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തു. ഒരു വർഷം ഫുൾ ഫോക്കസ്ഡ് ഉണ്ടായിരുന്നു. അതങ്ങനെ മുഴുവനായിട്ട് സെന്ററിൽ പോയിട്ട് ഓഫ്ലൈൻ ആയിട്ടുള്ള പഠനമായിരുന്നു അതോ വീട്ടിലിരുന്നിട്ടായിരുന്നു? ഓൺലൈനായിട്ടായിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്. ഓക്കെ. അപ്പോൾ ഓൺലൈൻ ആയാലും പലരും നമ്മളൊരു തെറ്റിദ്ധാരണയാണ് ഓൺലൈൻ ആയാലും നമുക്ക് പഠിക്കാൻ സാധിക്കില്ല എന്നൊക്കെ. പക്ഷെ ആക്ച്വലി സ്റ്റുഡൻസിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി
ഒരു ബെസ്റ്റ് മെത്തേഡ് ആണെന്ന് തന്നെ പറയാൻ പറ്റും. നമ്മുടേതായിട്ടുള്ള സ്പീഡിൽ നമുക്ക് ഇഷ്ടമുള്ള ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള റിസൾട്ടുകൾ ഇപ്പോൾ നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എത്ര പെർസെൻറ്റേജിലേക്ക് എത്തി ജെഇ മെയിൻ? റിപ്പീറ്റ് ചെയ്ത് ഫസ്റ്റിൽ 99.45 ആയിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് 27 ഷിഫ്റ്റിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടായത് അതിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 99.85 ആയി, ലൈക്ക് ഏപ്രിൽ സെഷൻ ആയപ്പോഴേക്ക്. 99.85 എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് അപ്രോക്സിമേറ്റ്ലി 2540 എത്തിയിട്ടുണ്ട്. യെസ്, എക്സലന്റ്. അതുപോലെ അഡ്വാൻസ്ഡ് എക്സാമിലോ? അഡ്വാൻസ് എക്സാമിൽ പിന്നെ 3341 ഓൾ ഇന്ത്യ റാങ്കും എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് നമുക്കറിയാം എന്താണ് വളരെ അടിപൊളി റിസൾട്ടാണ്. അതുകൊണ്ട് ഞാൻ IIT ഡൽഹിയിലേക്ക് അഡ്മിഷൻ എത്തിയത്. അപ്പോൾ അന്ന് ആ ഒരു എടുത്ത ഡിസിഷൻ ആക്ച്വലി കറക്റ്റായി. അജ്മൽ സാർ പറഞ്ഞ ഡിസിഷൻ അനുസരിച്ച് പോയത് എന്താണ്, കറക്റ്റായിട്ട് IIT-യിലേക്ക് എത്താൻ സാധിച്ചു. അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫാസിൽ ഏതൊക്കെ മിസ്റ്റേക്കുകളാണ് പ്രീവിയസ് അറ്റംപ്റ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കിയതും അതെങ്ങനെ റെക്ടിഫൈ ചെയ്തു? പ്രീവിയസിൽ ഞാൻ കൂടുതലും പ്രീവിയസ് ഇയറിന് അത്ര ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് ഈവൻ ദോ എനിക്ക് കിട്ടിയ മാർക്കൊക്കെ ലൈക്ക് 97, 98 ഒക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയത് PYക്ക് കാരണമാണെന്നുണ്ടെങ്കിലും കുറച്ച് ടൈം ഞാൻ മറ്റു മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് ടൈം വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ടൈം വേസ്റ്റ് ചെയ്ത് ഞാൻ പറയാൻ കാരണം നമ്മൾ ആ ഒരു പീക്ക് ടൈമിൽ നമ്മൾ മെറ്റീരിയൽസ് നോക്കിയാൽ അതൊരു ടൈം വേസ്റ്റ് ആണ്. അത് നമ്മൾ മെറ്റീരിയൽ നോക്കേണ്ട ടൈമിൽ നോക്കി കഴിഞ്ഞാൽ അത് നമുക്ക് യൂസ്ഫുൾ ആണ്. പക്ഷേ ഈ ലാസ്റ്റ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, മെറ്റീരിയലുള്ള ലെവൽ 1, 1, 2 ആ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈം വേസ്റ്റ് ആണ്. കാരണം ഇതൊരു കോമ്പറ്റീഷൻ എക്സാം ആണ്. ജസ്റ്റ് സിലബസ് കവർ ചെയ്യുക എന്നുള്ളതല്ല, എത്രത്തോളം ഫാസ്റ്റായിട്ട് കവർ ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം. സോ ആ ഒരു എലമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഫാസ്റ്റായിട്ട് കവർ ചെയ്യുന്നതും അതേപോലെ തന്നെ പ്രിസൈസായിട്ട് പോകണം എന്നുള്ളതും. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ലാസ്റ്റ് ടൈമിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ PYQസിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് അതിനേക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്ത് ചെയ്തു, രണ്ടാമത്തെ സെഷനിൽ കൊടുത്തിരുന്നു. അതുപോലെ അഡ്വാൻസ്ഡ് എക്സാമിലേക്ക് വരുന്ന സമയത്തും ഇപ്പം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സെഷനിൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടായി. പിന്നെ ധൈര്യമായിട്ട് നമുക്ക് അഡ്വാൻസ് എക്സാമിൽ പഠിക്കാം. ശരിക്കും അഡ്വാൻസ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങുന്നതും പഠിക്കുന്നതൊക്കെ ഏത് മാസം മുതലാണ് റിപ്പീറ്റിങ്ങിൻ്റെ ഒരു കാലയളവിൽ? അത് ലൈക്ക് ഞാൻ ആദ്യം നമ്മൾ ജെഇ മെയിൻസ് നല്ലൊരു പെർസെൻറ്റേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാനും അത് തന്നെ ചെയ്തത്. കാരണം ജെഇ മെയിൻസിന് നല്ലൊരു പെർസെൻറ്റേജ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്വാൻസിന് നമുക്ക് ഒരു നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. നമ്മളൊരു ഏപ്രിൽ സെഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നല്ലൊരു പെർസെൻറ്റേജിലൊക്കെ നമ്മുടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ജെഇ അഡ്വാൻസിന് വേണ്ടി പിന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ജനുവരി സെഷൻ കഴിഞ്ഞാൽ അല്ലെ, ജനുവരി സെഷനിൽ നല്ലൊരു പെർസെൻറ്റേജ് ഉണ്ടാക്കിയാൽ പിന്നെ ഒരു 4 മാസം അഡ്വാൻസ്. അപ്പോൾ ആ 4 മാസം തന്നെയായിരുന്നു കാര്യമായിട്ട് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിരുന്നത്. ആ സമയത്ത് തന്നെയായിരുന്നു. കാരണം മാത്സിലൊന്നും അധികം വലിയ വ്യത്യാസം ഉണ്ടാവില്ല. മെയിൻസ് മാത്സിന് നല്ല അഡ്വാൻസ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അഡ്വാൻസിൻ്റെ മാത്സ് പറഞ്ഞാൽ അത്ര ടഫ് ഉണ്ടാവില്ല. പിന്നെ ടഫ് ഉണ്ടാവും, അഡ്വാൻസിൻ്റെ മാത്സ് ടഫ് ഉണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ. ലൈക്ക് നമുക്ക് എൻ്റയർ അഡ്വാൻസ്ഡ് മാത്സ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അതിലുള്ളൊരു ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ വിത്തിൻ ദാറ്റ് ടൈം. സോ ആ ഒരു സോൾവ് ചെയ്യാനുള്ള സംഭവത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് മെയിൻസിലെ ക്വസ്റ്റ്യൻസ് തന്നെ നല്ല അഡ്വാൻസ് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻസിൻ്റെ നമുക്ക് നല്ലൊരു സ്കോർ ഉണ്ടാക്കാൻ പറ്റും. അതിലൊരു 25%, 30% കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല സ്കോറാണ് മാത്സിൽ. പക്ഷേ നിങ്ങൾ മെയിൻസിൽ എന്ത് ചെയ്യുക, ഒരു 80, 90 ഒക്കെ എന്ത് ചെയ്യുക, മാർക്ക് എത്തുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മെയിൻസിന് തന്നെ ഒരു 80 to 90 മാർക്ക് എത്തുന്ന രീതിയിൽ മാത്സ് പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, അഡ്വാൻസ്ഡ് എക്സാമിൽ ഈ പറഞ്ഞ പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രി എന്താ ചെയ്തിരുന്നത്? ഫിസിക്സ് കെമിസ്ട്രി നല്ല ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി നല്ല ഡിഫറൻസ് ഉണ്ട്. ഓർഗാനിക്കും ഇനോർഗാനിക്കും ഓൾമോസ്റ്റ് സെയിം ആണ്, ലൈക്ക് ലെവൽ സെയിം ആണ്. പക്ഷേ ഫിസിക്സിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഫിസിക്സിന് എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾ മെയിൻസിന് വേണ്ടി നല്ലോണം പഠിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് പറഞ്ഞാൽ ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സിൽ അഡ്വാൻസ്ഡ് ഇല്ലസ്ട്രേഷൻസ് ഓഫ് ഫിസിക്സ് ഗാലക്സി എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ കംപ്ലീറ്റ്, അതിലുള്ള എല്ലാ 700 ഇല്ലസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് നല്ലോണം നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഫുൾ എൻ്റെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബുക്ക് അത് തന്നെ ഒരു ഐ തിങ്ക് 4-5 വട്ടം റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക. കാരണം അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് ഒറ്റടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് കത്തിക്കൊള്ളുന്നില്ല. ഇനിയിപ്പോൾ കത്തിയാൽ തന്നെ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ മറന്നു പോകും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് എല്ലാവർക്കും എല്ലാ സമയത്തും ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. അപ്പോൾ ഈ പുസ്തകം ചെയ്തു എന്ന് പറയുന്നത് ആഫ്റ്റർ ജനുവരി സെഷൻ ആണോ, അതേ മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ആഫ്റ്റർ ജനുവരി ചെയ്തിട്ടുണ്ട്. അതന്നെ ലൈക്ക് ഒരു ദിവസം 30 അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് 4-5 വട്ടം റിവൈസ് ചെയ്തിട്ടാണ് അത് എന്താ ചെയ്തത്, കറക്റ്റായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതുപോലെ മോക്ക് എക്സാമിനേഷൻസ് എഴുതുന്നത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പ്രിപ്പയർഡ് ആണോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ അല്ല. എക്സാം ഇങ്ങനെ കറക്റ്റ് ഷെഡ്യൂൾ സ്ട്രക്ചേർഡ് ആയിട്ട് എന്ത് ചെയ്യണം, എഴുതിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ ലെവലിലുള്ള മോഡൽ എക്സാമിനേഷൻസ് എപ്പോഴാണ് ചെയ്തിരുന്നത്? അഡ്വാൻസിൻ്റെ ഇതൊക്കെ ഈ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ലൈക്ക്
ലാസ്റ്റത്തെ ഒരു 1 month ലൈക്ക് സെക്കൻഡ് സെഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ലൈക്ക് അഡ്വാൻസ് ലെവലിലുള്ള മോക്ക് എക്സാമിനേഷൻസ് ചെയ്ത് തുടങ്ങിയിരുന്നത്. ഓക്കെ. അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ലാസ്റ്റിലേക്കല്ലാതെ ആദ്യത്തെ ഒരു 6 മാസം കൂടുതൽ ഏത് മെറ്റീരിയലിനാണ് ഡിപ്പെൻഡ് ചെയ്തത്? കോച്ചിങ് മെറ്റീരിയൽസ് ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബുക്കുകൾ ഉണ്ടായിരുന്നോ? അത് ആ സമയത്ത് ഞാൻ മാത്സ് ആയിരുന്നു കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ ആ സമയത്ത് നമ്മൾ ബേസ് സ്ട്രോങ് ആക്കാനുള്ള ടൈപ്പ് ഓഫ് ബുക്സ് അരിഹന്ത് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അരിഹന്തിലുണ്ടായിരുന്ന അരിഹന്തിൻ്റെ ഒരു സെറ്റ് ഓഫ് ബുക്സ് ഉണ്ട്, അത് ഓൾമോസ്റ്റ് 50% കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് കഴിഞ്ഞ വർഷത്തെ അഡ്വാൻസിൽ കഴിഞ്ഞ വർഷത്തെ മെയിൻസിൽ എനിക്ക് +2 കൂടെ ചെയ്ത മെയിൻസിൽ എനിക്ക് ഏകദേശം 10 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത് ഏപ്രിൽ സെഷനിൽ മാത്സിൽ. ബാക്കിയുള്ള എല്ലാ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്നാണ് 98% ഉണ്ടായിരുന്നത്. ഓക്കെ. പക്ഷെ മാത്സ് വീക്കായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കല്ലായിരുന്നു. പക്ഷേ സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ മാത്സ് അത്ര വീക്കല്ലായിരുന്നു. പക്ഷേ ജെയുടെ മാത്സ് ഭയങ്കര വീക്കായിരുന്നു. കാരണം ലെവൽ ഓഫ് പ്രോബ്ലം സോൾവിങ് നമ്മൾ എത്തുക തന്നെ വേണം. അത് നമ്മളെപ്പോഴും പറയാനുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും ഓട്ടോമാറ്റിക്കലി ഭയങ്കര നോളജുള്ള ആൾക്കാരായി വരില്ല ചെയ്യുക. പകരം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് തന്നെയാണ് ചെയ്യുക. സെക്കൻഡിലേക്ക് വന്നപ്പോഴാണ് സെക്കൻഡ് ടൈം ചെയ്തപ്പോൾ ഈ അരിയന്തിൻ്റെ ബുക്സ് ഒക്കെ നോക്കി അതേകദേശം 50% കവർ ചെയ്തു. അത് മതി, ലൈക്ക് കംപ്ലീറ്റ് കവർ ചെയ്യുന്നു വേണ്ട. എന്നാൽ തന്നെ നമുക്ക് നല്ലൊരു പിന്നെ എനിക്ക് 80-90 ആ റേഞ്ചിലോട്ട് എന്ത് ചെയ്ത് ആ ഒരു അരിഹന്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് 80-90 എത്താൻ തുടങ്ങി. അതായത് 100-ൽ 80 മാർക്ക് മാത്സിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും മേ ബി ടോപ്പ് 1000 തന്നെ ചിലപ്പോൾ മാത്സിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ടോപ്പ് തന്നെ ഉണ്ടാവും തോന്നുന്നു. റൈറ്റ്. അപ്പോൾ അതാണ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തുള്ള സ്ട്രാറ്റജി അല്ലേ? വേറെ എന്തെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഇനി 2 മാസമാണ് ബാക്കിയുള്ളത്, അല്ലെങ്കിൽ 45 days ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ ലാസ്റ്റ് 45 days ബിഫോർ JEE മെയിൻ ഓർ എനി അതർ എൻട്രൻസ് എക്സാം എന്തായിരിക്കണം കുട്ടികൾ ഫോക്കസ് ചെയ്യേണ്ടത്? ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റ് നല്ലോണം എഴുതുക, പ്രീവിയസ് ഇയർ തന്നെ അത് തന്നെ മാക്സിമം കവർ ചെയ്യുക അല്ലേ? പിന്നെ മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും. ലൈക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് വീക്ക്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായി മനസ്സിലാക്കുക. പിന്നെ എക്സാം സ്ട്രാറ്റജി, എക്സാം എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാന്നുള്ള സ്ട്രാറ്റജി, 3 hour നമ്മൾ എക്സാം ഹാളിൽ എങ്ങനെ ഇരിക്കും, ആ ഒരു സ്ട്രാറ്റജി നമ്മൾ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. സബ്ജക്ട് സീക്വൻസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുവരണം. ഞാൻ മാത്സ് തന്നെ ചെയ്തത്. അത് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല നമ്മൾ അത്ര എക്സോസ്റ്റഡ് ആവില്ല. സോ ആ സമയത്ത് നല്ല ടഫുള്ള സമയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഞാൻ അങ്ങനെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് നല്ല ടഫുള്ള ചെയ്യും, പിന്നെ ടഫ് കുറഞ്ഞ് ചെയ്യും. കാരണം നമ്മുടെ ഒരു ടാർഗറ്റ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ 250+ നമ്മൾ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾമോസ്റ്റ് ഓൾ എല്ലാ ക്വസ്റ്റ്യൻസിലൂടെയും കടന്നു പോകും വേണം, എല്ലാം അറ്റംപ്റ്റ് ചെയ്യും വേണം. യെസ്. അപ്പോൾ നമ്മൾ സിമ്പിളിൽ നിന്ന് തുടങ്ങിയിട്ട് ടഫിലോട്ട് എത്താന്നുള്ള നടക്കില്ല. ലൈക്ക് ടഫ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ടഫ് എന്ന് ആദ്യം തുടങ്ങാം, അത് ഏതായാലും ചെയ്യാനുള്ളതാണ്. സോ ആദ്യം അത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ആ എക്സോസ്റ്റഡ് ആവുന്ന ടൈമിലൊക്കെ എന്ത് ചെയ്യാം, കെമിസ്ട്രി ഒക്കെ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്ത് പോകും. യൂഷ്വലി നമ്മളെപ്പോഴും കുട്ടികൾ പലപ്പോഴും ചിന്തിക്കാറുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും എളുപ്പമുള്ളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ ടഫിലേക്ക് പോകാം. പക്ഷെ അപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സോസ്റ്റഡ് ആയിട്ട് ചിലപ്പോൾ അവസാനം നമ്മുടെ മൈൻഡ് അത്ര ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യില്ല. ഈ 250+ ചിലപ്പോൾ എത്താൻ പറ്റിക്കൊള്ളുന്നില്ല. അതൊരു നല്ല പോയിന്റാണ് ആക്ച്വലി മെൻഷൻ ചെയ്തത്. നമ്മുടെ ടാർഗറ്റ് അനുസരിച്ചാണ്. ഇപ്പം 190 ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ മാത്സ് ലാസ്റ്റ് ചെയ്യുന്നത് 250+ ആണെങ്കിൽ, കാരണം 190 ആണെങ്കിൽ നമുക്ക് മാത്സിൽ 20-30 മാർക്ക് മതി. അപ്പോൾ നമുക്ക് ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ 250+ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ മാത്സ് എന്തായാലും നല്ല രീതിയിൽ ചെയ്യണം. ഈ ഡ്യൂറിങ് ദി എക്സാം ഏതെങ്കിലും എൻട്രൻസ് എക്സാം എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഫോക്കസ് നഷ്ടപ്പെടുക അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ 2 വർഷത്തിൽ +2 ആൻഡ് റിപ്പീറ്റിംഗ്? ടെൻഷൻ അടിക്കുക അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. കാരണം നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി. ലൈക്ക് ഒരു ബോറടിക്കുന്ന രീതിയിൽ പ്രിപ്പറേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർത്താൻ തുടങ്ങും. പക്ഷേ നമ്മൾ ആ ഒരു എന്താ പറയുക, ചാലഞ്ചിങ് ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്ജക്റ്റ് കുറച്ചുകൂടെ താല്പര്യത്തോട് കൂടിയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്നൊരു കാര്യമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ശരിക്കും ഒരു 30% ഒക്കെ ഒരു കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കാൻ കഴിയുള്ളൂ. ബാക്കി 70% ആക്ച്വലി കുട്ടികളുടെ വർക്ക് തന്നെയാണ് അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? പക്ഷേ രണ്ടും വേണം. 30% ഇമ്പോർട്ടൻ്റ് ആണ്, 70% ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി സ്റ്റുഡൻസ് തന്നെ ഇതിലേക്ക് ഇറങ്ങണം, ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, കംപ്ലീറ്റ്ലി നല്ല എഫേർട്ട് എടുക്കുക തന്നെ വേണം. നമ്മളിങ്ങനെ വെറുതെ ആരെങ്കിലും കാത്തിരുന്നതുകൊണ്ട് കാര്യമില്ല, ആരെങ്കിലും ഒന്ന് നമ്മളോട് പഠിക്കാൻ പറയും എന്ന് വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ തന്നെ ഫുൾ മനസ്സോട് കൂടിയിട്ട് ഇറങ്ങണം. ഓക്കെ. അപ്പോൾ ഏകദേശം എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഫാസിലിൻ്റെ ഒരു IIT ജേർണി ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളും ഇതിൽ നിന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അഡ്വൈസുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സെഷൻ 1 തന്നെ ടാർഗറ്റ് ചെയ്യുക. അതിൽ നമ്മൾ NIT സീറ്റ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നത്തെ 4 മാസം നിങ്ങൾക്ക് ബോർഡ് എക്സാമിനോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് എക്സാമിന് ഈവൻ സെഷൻ 2 വരെ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഒപ്പീനിയൻ ആസ് യൂഷ്വൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മളെല്ലാം റിപ്ലൈ ചെയ്യുന്നതാണ്. ഇതുപോലത്തെ സ്ട്രാറ്റജി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്യാം.